നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് നല്ല മനോഹരമായൊരു ഈ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ലക്ഷറി വീടിൻ്റെ ഒരു വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് മെയിൻ റോഡ് സൈഡാണ്, പേയാട് മെയിൻ റോഡ് സൈഡിലാണ് നമുക്ക് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. കാണുന്ന പോലെ ടാറ് ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ മെയിൻ റോഡ് സൈഡിലാണ് നമുക്ക് വീട് വന്നിട്ടുള്ളത്. അപ്പോൾ വീട് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്നൊരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. 6.75 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ പണിതിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന എക്സ്റ്റീരിയർ ലുക്ക് പോലെ തന്നെ ഇൻറ്റീരിയർ ലുക്കെല്ലാം നല്ല അടിപൊളി മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ലക്ഷറി പ്രീമിയം വർക്ക് വരുന്ന ഒരു വീടാണ്. ഈ വീടെല്ലാം നമുക്ക് ചുടുകട്ടിലാണ് പണിതിരിക്കുന്നത്. അകത്തെ വർക്ക് മുഴുവനും നമുക്ക് തേക്കിൻ തടിയിലാണ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6.75 സെൻറ്റ് ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ പണിത വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് വരുമ്പോഴത്തേക്കും നല്ല മനോഹരമായൊരു കോമ്പിനേഷൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല മനോഹരമായൊരു എക്സ്റ്റീരിയർ ലുക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ കളറിലാണ് വീടിൻ്റെ ഒരു എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രണ്ടിലൊരു സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുള്ളത്. 2-3 കാർ വരെ സുഖമായിട്ട് പാർക്കിക്കാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജ് വന്നിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു വോൾ പാനലും അതുപോലെ PU ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നെ നമുക്കെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു മനോഹരമായൊരു ഏരിയയാണ് നമുക്ക് ഫ്രണ്ടേജിൽ വരുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗാർഡനിങ് പ്രൊവിഷനും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഫൗണ്ടെയിൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുളവും അതുപോലെ തന്നെ മീനുകളൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ കാണുന്നത് പോലെ തന്നെയാണ് ഈ ഫൗണ്ടെയിൻ നമുക്ക് വന്നിരിക്കുന്നത്. ഒരു സിറ്റിംഗ് ഏരിയ, ബെഞ്ചും കാര്യങ്ങൾ അറേഞ്ച് കൊണ്ട് തന്നെയാണ് ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു മനോഹരം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഈ കാണുന്നതാണ് നമുക്ക് ഫ്രണ്ട് സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് 15x12 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നമുക്കിതിൻ്റെ തൂണെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേഡിങ് ടൈൽസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് മിററിൻ്റെ ഒരു വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. കൈവരിയും കാര്യങ്ങളെല്ലാം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് വന്നിരിക്കുന്ന വാൾ പാനലും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് ചുടുകട്ടയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ വരുന്ന വർക്കെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്ന വർക്ക് നമുക്ക് നേരത്തെ കാർ പോർച്ചിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് വാൾ പാനലും അതുപോലെ തന്നെ PU ബോർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറും ഈ ഫ്രണ്ട് വാൾ പാനലെല്ലാം കൂടെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഡോറ് മുഴുവൻ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായൊരു ഡിസൈനും ആപ്റ്റായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. വീടിന് നല്ല ആപ്റ്റായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വീടിൻ്റെ ഒരു മെയിൻ ഫ്രണ്ട് ഡോറിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് കിടക്കാം. സിറ്റ് ഔട്ട് നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ലീവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ വീടിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. 20x15 ഓളിൻ്റെ ഡയമെൻഷൻ. പ്രീമിയം ക്വാളിറ്റി വരുന്ന ടൈൽസ്, വെരിഫൈഡ് ടൈൽസ് ആണ്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോക്സിയും കാര്യങ്ങളും വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ഏരിയ പ്ലസ് നമുക്കൊരു കബോർഡ് ഏരിയയും കൂടെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് തന്നെ നമുക്ക് ഗ്ലാഡിങ് ടൈൽസൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന നല്ലൊരു മനോഹരമായൊരു ഏരിയ നമുക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഫുള്ള് നമുക്ക് തേക്കിൻ്റെ പാനലും തേക്കിൻ്റെ തടിയും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ലീവിങ് ഏരിയയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ PU ബോർഡ്
അതുപോലെ തന്നെ നമുക്ക് സീലിംഗ് പാനലും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പാർട്ടീഷൻ ഏരിയ വന്നിട്ടുണ്ട്. പാർട്ടീഷൻ ഏരിയ എല്ലാം തന്നെ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ചാനൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വരുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയ നമുക്ക് വരുമ്പോഴത്തേക്കും 15x12 നമുക്ക് ഡൈമെൻഷൻ വരുന്നത്. നമുക്കിവിടെ കണ്ടതുപോലെ തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് കണ്ടിന്യൂ ചെയ്താണ് നമുക്ക് ഡൈനിങ് ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലായിട്ട് തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറകിൽ നമുക്ക് മാർബിൾ ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ തടിയുടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് ജാഗോറിന് നല്ല ഫിറ്റിങ്സ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയക്കായിട്ട് തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. PU ബോർഡും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ പാനലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിലോട്ട് വരുന്ന പാർട്ടീഷൻ കാര്യങ്ങളെല്ലാം തടിയിലാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോക്കറി ഷെൽഫ് പോലത്തെ മോഡലും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാര്യങ്ങളെല്ലാം അറേഞ്ച് കൊണ്ട് തന്നെയാണ് കിച്ചൻ്റെ എൻട്രൻസ് ചെയ്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചൻ്റെ ഫ്ലോറിംഗ് മുഴുവനും നമുക്ക് വുഡൻ പാനൽ വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 12x12 നമുക്ക് കിച്ചൻ്റെ ഫ്ലോറിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന ക്യാബിനറ്റ്സ് എല്ലാം തന്നെ നമുക്ക് തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ടുള്ള ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഹാളിൽ കണ്ടതുപോലെ തന്നെയുള്ള PU ബോർഡിൻ്റെ ഡിസൈൻസും അതുപോലെ തന്നെ പാനൽ വർക്കും യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ ഒരുപാട് നമുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ കബോർഡെല്ലാം തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ട് ഓരോ സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒരുക്കിയിട്ട് തന്നെയാണ് വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗങ്ങളെല്ലാം ചെയ്തത്. ഇതാണ് മോഡുലാർ രീതിയിലുള്ളൊരു കിച്ചൺ നമുക്ക് വന്നിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ സേഫായിട്ട് വയ്ക്കാനുള്ള ഒരു ഏരിയയാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് കിച്ചണിന് വന്നിട്ടുള്ളത്. കിച്ചണിനോട് ചേർന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 10x4 ഡൈമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. തേക്കൻ തടിയിൽ വന്നിട്ട് വരുന്ന കബോർഡും കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മോൾ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ സൂചിപ്പിക്കാം, വീട് മുഴുവൻ നമുക്ക് ചുടുകട്ടയിൽ തന്നെയാണ് വീടെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീട് 5 ബെഡ്റൂം വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ചേർന്ന് വരുന്ന ഒരു വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് താഴത്തെ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോകുന്നു. അപ്പോൾ ഈ കാണുന്ന ആണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് വരുമ്പോഴത്തേക്കും റൂം സൈസ് 12x10 നമുക്ക് ഈ ഒരു റൂം സൈസ് വരുന്നത്. ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായിട്ട് കജേരയുടെ തന്നെ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെ PU ബോർഡും അതുപോലെ തന്നെ പാനലും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. തേക്കിൻ തടിയിൽ തന്നെയാണ് വാർഡ്രോബ്സ് എല്ലാം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ജാഗോർ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വന്നിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഏരിയ എല്ലാം ചെയ്തിട്ടുള്ളത് പ്രീമിയം രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലൂടെ നമുക്കിപ്പോൾ പോകുന്നത്. വീടെല്ലാം നമുക്ക് വാസ്തുപ്രകാരം തന്നെയാണ് നമുക്കെല്ലാം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 20x15 നമുക്ക് റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള എല്ലാ പ്രോഡക്ട്സും ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് റൂമിൻ്റെ ഡോറും നമുക്ക് വരുമ്പോഴത്തേക്കും കൊത്തുപടിയും കാര്യങ്ങളെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. തേക്കിൻ തടിയിൽ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. PU ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാനലും അതുപോലെ വാൾ പാനലും നമുക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് തീർത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായിട്ട് തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി പ്രീമിയം ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് വിൻഡോ ആണ്, ലോ ഏരിയ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു വാർഡ്രോബ്സ് ഈ ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ തന്നെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമും അതുപോലെ തന്നെ കബോർഡ് ഏരിയയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം. ജാഗോറിൻ്റെ നല്ല പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പോയിന്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തേക്കിൻ തടിയിൽ കൊത്തുപണി ഉപയോഗിച്ചിട്ടാണ് നമുക്കെല്ലാം ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അതിൻ്റെ വർക്കിൻ്റെ ഒരു നമുക്ക് ഇത് ഡെപ്ത് നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെയാണ് പ്രീമിയം രീതിയിൽ നമുക്ക് വീടിൻ്റെ ഈ ഒരു ഹാൻഡിൽസിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നല്ല ഗ്രിപ്പായിട്ടുള്ള മാർബിളും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു ഓപ്പണിങ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വീടിനകത്ത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയറിൻ്റെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും മുകളിലായിട്ട് സർഗോള മോഡലും കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിനകത്ത് ലൈറ്റ് വെട്ടവും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നതായിരിക്കും. ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൾ സീലിംഗ് വർക്ക് എല്ലാം തന്നെ ഭാഗത്ത് PU ബോർഡും അതുപോലെ തന്നെ നമുക്ക് വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഒരു ആർട്ട് വർക്ക് നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു 3D ആർട്ട് വർക്കാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാളാണ് ഈ കാണുന്നത്. L ഷേപ്പ് മോഡലിൽ വരുന്ന നല്ല വിശാലമേറിയൊരു ഹാള്. ഇപ്പോൾ വന്ന് കയറുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ കണ്ടതുപോലെ ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് തേക്കിൻ തടിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സോഫാനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്തിരിക്കുന്നത് തേക്കിൻ തടിയിൽ തന്നെയാണ്. സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തേക്കിൻ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ക്വാളിറ്റി ബേസ് ചെയ്ത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. L ഷേപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു ഹാളിൽ നമുക്ക് TV യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ മാർബിൾ ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗം കവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ല ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. PU ബോർഡും അതുപോലെ തന്നെ വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. വരുമ്പോഴത്തേക്ക് നമുക്ക് തേക്കിൻ തടിയിൽ പണിതിരിക്കുന്ന നല്ല മനോഹരമായ കൊത്തുപണി വന്നിരിക്കുന്ന ഒരു ഡോറാണ് ഈ കാണുന്നത്. 20x15 റൂമിൻ്റെ ഡയമെൻഷൻ. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ നൽകി ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ഒരു വാർഡ്രോബ്സും നമുക്ക് വന്നിട്ടുള്ളത്. തേക്കിൻ തടിയിൽ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. ജാഗോറിൻ്റെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പോയിന്റും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമും നമുക്ക് വരുന്നത് 20x15 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റൂം തന്നെയാണ്. താഴെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട്
തന്നെയാണ് ഈ ഒരു റൂം നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റോ എങ്ങനെ വയ്ക്കാനുള്ള ഒരു സ്പേസും ഒരുക്കിയിട്ടുണ്ട്. മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് PU ബോർഡും അതുപോലെ തന്നെ നമുക്ക് പാനലും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് സ്പോട്ട് ലൈറ്റ് എല്ലാം ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു ഷോക്കേസ് മോഡൽ വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു കാണുന്നതാണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ വിത്ത് കബോർഡ് കാര്യങ്ങൾ വരുന്ന വാർഡ്രോബ്സ് വരുന്നത്. തേക്കിൻ തടിയിൽ തന്നെയാണ് അതും നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് വെച്ചിട്ട് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ബെഡ്റൂം. 20x15 റൂമിൻ്റെ ഡയമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് TV യൂണിറ്റ് പോലത്തെ ഒരു ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത് നമുക്ക് PU ബോർഡാണ് നമുക്ക് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ആർട്ട് വർക്ക് വിത്ത് ലൈറ്റ് 3D വരുന്ന ഒരു ആർട്ട് വർക്കും അതുപോലെ തന്നെ ലൈറ്റും യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. തേക്കിൻ തട്ടിൽ പണി ചെയ്ത് തീർത്ത വാർഡ്രോബ്സാണ് ഈ കാണുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ഈ ഒരു ബാത്റൂമും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ജാഗോറിന് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയാണ് കാണാൻ പോകുന്നത്. ഇതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി തന്നെയാണ്. 15x6 നമുക്ക് ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഇവിടെ നമുക്ക് അജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് എല്ലാ തടി വർക്കെല്ലാം തന്നെ തേക്കിൻ്റെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം വാൾ പാനൽ ആയാൽ പോലും നമുക്ക് തേക്കിൻ്റെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് PU ബോർഡും അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ വരുന്ന ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് നമുക്ക് റോഡ് സൈഡിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം അടുത്ത് റോഡും കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ജംഗ്ഷൻ ബേസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത്. ഇത് നമുക്ക് ബസ് റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ 6.75 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്ത 5 ബെഡ്റൂം 5 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം വർക്ക് വരുന്ന ലക്ഷറി വീടിൻ്റെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.75 CR ആണ്. 1,75,00,000 അത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ റേറ്റിനെ നെഗോഷ്യബിൾ അറിയാനായിട്ടോ നമുക്ക് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. കണ്ടതുപോലെ തന്നെ വീട് ഫുള്ള് നമുക്ക് ചുടുകട്ടയിലാണ് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ തേക്കിൻ തടിയാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട്. വേറെ ഒരു തടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത്യാവശ്യം ഹോം ലോൺ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.